From Tamil Nadu to the state of Kerala, Congress party and the left are in an alliance as the India bloc for the government at the centre. But when it comes to state issues, Kerala Chief Minister Pinarayi Vijayan lashed out at the Congress MP Rahul Gandhi for contesting from Wayanad, where he is pitted against CPI's Ani Raja, a party that is part of the India bloc. Addressing a press conference, Chief Minister Vijayan said, everybody was questioning Rahul Gandhi's decision to come to Kerala, not fight against BJP-led centre. But this was not it. Chief Minister Vijayan also chided the Congress for changing its stand on Delhi Chief Minister. He stated that Congress was the one to have filed a police complaint against Kejriwal and wanted the Aam Aadmi Party chief to be arrested for alleged corruption. Now they must confess if their early statement on Kejriwal was wrong and they are correct now. Sonia Gandhi and Rahul Gandhi, Priyanka Gandhi and Vaikana role Namakala Korea. Rahul Gandhi, ഇവിടെ വന്ന് ആരെയാ നേരിടുന്നത്? കേരളത്തിൽ വന്ന് സുരേന്ദ്രനെ നേരിടുകയാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, ബിജെപിയെ നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ LDF ആണല്ലോ പ്രധാന ശക്തി. LDFനെ നേരിടാനാണല്ലോ വരുന്നത്. അപ്പൊ ഇന്ത്യ എന്ന ഒരു സംവിധാനം രാജ്യത്ത് BJPക്ക് തടസ്സം നിൽക്കാൻ, BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങൾ രൂപം നൽകിയിരിക്കുന്നു. ആ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ ഇന്ത്യയുടെ ഭാഗമായുള്ള ഇവിടുത്തെ LDFനെതിരെ മത്സരിക്കാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ അർത്ഥം എന്താണ്? അതല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നേരിടുന്നത് ആനി രാജയാണ്. ആനി രാജ ദേശീയ തലത്തിൽ തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ നേതാവാണല്ലോ. അവരല്ലേ മണിപ്പൂരിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നത്? എന്തിനായിരുന്നു അത്? BJP ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ? അവരുടെ നേതൃത്വത്തിലുള്ള ഫാക്ട് ഫൈൻഡിംഗ് സംവിധാനമല്ലേ അവിടെ എത്ര ക്രിസ്ത്യാനികൾ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു എന്ന അവസ്ഥ പുറത്തു കൊണ്ടുവന്നു. എന്താണ് രാഹുൽ ഗാന്ധിക്ക് അന്നേരമുള്ള റോൾ? അവിടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ, മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്ന ED സ്വീകരിച്ചു. അങ്ങനെ ചെയ്തപ്പോ കോൺഗ്രസിന്റെ പരാതി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലായിരുന്നു, കെജ്രിവാളിനെ കേസിൽ കൊടുക്കുന്നതിലായിരുന്നു. എന്തുകൊണ്ട് കെജ്രിവാളിനെ കേസിൽ പെടുത്തുന്നില്ല? കെജ്രിവാളിന്റെ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഇതായിരുന്നു. പരസ്യമായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് അത് നല്ലൊരു ഘട്ടം വരെ തുടർന്നു. ഇപ്പോ ഇങ്ങനെയൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പൊ സ്വീകരിച്ച നിലപാടിനെയല്ല ഞാൻ വിമർശിക്കുന്നത്. നേരത്തെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണമായിരുന്നു.